ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ മൈക്രോ ഫൈനാൻസുമായിട്ട് ഈ മോശമായിട്ട് എനിക്ക് പുലബന്ധം പോലുമില്ല. ഏത് അന്വേഷണത്തിൽ വരട്ടെ. ഇപ്പോൾ തന്നെ ഒരു കട്ടപ്പുറത്തിരിക്കുന്ന നേതാവ് കയറി വന്നിട്ടുണ്ടല്ലോ, സുധീരൻ. ആർക്കും വേണ്ടാതെ ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഓടിച്ചാമുണ്ട്. ആ വൈരാഗ്യം തീർക്കാൻ ഇപ്പോൾ മൂന്നാമത്തെ പണിയാണ് എനിക്ക് ചെയ്യണത്. ആദ്യത്തെ പണി ഞാൻ മറ്റം ഫൈനാൻസ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഒരു പുല്ലും ഇല്ല എന്നും പറഞ്ഞ് അത് പോയി. അല്ല, ഭരണത്തിൽ നിന്ന് പോയില്ലേ? ആലപ്പുഴയിൽ നിന്ന് ഈ പരദേശിയല്ലേ ഒന്ന് ആലപ്പുഴ നിന്ന് വിളിച്ചാൽ വന്ന് ഞാൻ തന്നെയാണ് അതിനെതിരായി നിന്ന് തോറ്റ് തുന്നമ്പാടി നിന്ന് പോയില്ലേ? ആ വൈരാഗ്യം അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ പലയിടത്തും എത്തിയാണ്. കട്ടപ്പുറത്തിരിക്കുകയല്ലേ, വീലെല്ലാം പഞ്ചറായി, ഓടാനും ഓടിക്കാനും നിവൃത്തിയില്ലാതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്ന കട്ടപ്പുറത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സുധീരൻ. അല്ല, അദ്ദേഹം മത്സരിക്കാൻ എവിടെ നിന്ന് ജയിക്കും? എന്നാൽ VM സുധീറിന്റെ കയ്യിൽ നിന്നും വീണ്ടും പണി മേടിച്ചു കൂട്ടുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം മുൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് VM സുധീരൻ. കഴിഞ്ഞ ജൂൺ 6 വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സുധീരൻ കത്തിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത പശ്ചാത്തലത്തിൽ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ശക്തമാണ്. അതിനാൽ കേസ് അന്വേഷിക്കാൻ അടിയന്തരമായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാണ് സുധീരൻ കത്തിലൂടെ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ കത്തിന്റെ ഒരു പകർപ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ രാജ്യത്തെ നിയമ സംവിധാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണെന്നാണ് സുധീറിന്റെ കത്തിലെ പ്രധാന ആരോപണം. ഭരണ സംവിധാനം ഇനിയും നിഷ്ക്രിയമായി തുടരുതെന്നും അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കാൻ വൈകരുതെന്നും അദ്ദേഹം കത്തിലൂടെ സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. മുൻപ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളി നടേശനോട് കാണിച്ച പ്രീണന നയവും നിഷ്ക്രിയമായ സമീപനവുമാണ് കേസ് ഇത്രത്തോളം വൈകാൻ കാരണമെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു വീഴ്ച ഉണ്ടാകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് മഹേഷിന്റെ കുടുംബം ഇപ്പോഴും കഴിയുന്നത്. ആ കുടുംബത്തിന് അർഹമായ നീതി ലഭിക്കണമെങ്കിൽ സത്യസന്ധരും കാര്യശേഷിയുള്ളവരുമായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് സുധീരൻ വ്യക്തമാക്കുന്നുണ്ട്. മഹേഷിന്റെ വേർപാടിൽ തകർന്നിരിക്കുന്ന കുടുംബത്തെ കൂടുതൽ വേട്ടയാടുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മരണപ്പെട്ട മഹേഷിനെതിരെ മനുഷ്യത്വരഹിതമായ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും വെള്ളാപ്പള്ളി ഇപ്പോഴും തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമ സംവിധാനങ്ങളെയോ നീതിന്യായ വ്യവസ്ഥയോ തനിക്ക് ഭയമില്ലെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിലുള്ള വെള്ളാപ്പള്ളിയുടെ ഈ പോക്ക് ജനാധിപത്യ സമൂഹത്തിനും ഒട്ടും ചേർന്നതല്ല. സ്വാധീന ശക്തിയുള്ളവർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അന്വേഷണം വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം അനിവാര്യമാണ്. നീതി നടപ്പിലാക്കാൻ സർക്കാർ കാട്ടുന്ന ഓരോ ദിവസത്തെ താമസവും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുമെന്ന മുന്നറിയിപ്പും സുധീറിന്റെ വാക്കുകളിലുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം വെള്ളാപ്പള്ളിക്ക് കുരുക്ക് മുറുക്കുമെന്ന് ഉറപ്പാണ്. ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ മൈക്രോ ഫൈനാൻസുമായിട്ട് ഈ മോശമായിട്ട് എനിക്ക് പുലബന്ധം പോലുമില്ല. ഏത് അന്വേഷണത്തിൽ വരട്ടെ. ഇപ്പോൾ തന്നെ ഒരു കട്ടപ്പുറത്തിരിക്കുന്ന നേതാവ് കയറി വന്നിട്ടുണ്ടല്ലോ, സുധീരൻ. ആർക്കും വേണ്ടാതെ ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഓടിച്ചാമുണ്ട്. ആ വൈരാഗ്യം തീർക്കാൻ ഇപ്പോൾ മൂന്നാമത്തെ പണിയാണ് എനിക്ക് ചെയ്യണത്. ആദ്യത്തെ പണി ഞാൻ മറ്റം ഫൈനാൻസ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഒരു പുല്ലും ഇല്ല എന്നും പറഞ്ഞ് അത് പോയി. അല്ല, ഭരണത്തിൽ നിന്ന് പോയില്ലേ? ആലപ്പുഴയിൽ നിന്ന് ഈ പരദേശിയല്ലേ ഒന്ന് ആലപ്പുഴ നിന്ന് വിളിച്ചാൽ വന്ന് ഞാൻ തന്നെയാണ് അതിനെതിരായി നിന്ന് തോറ്റ് തുന്നമ്പാടി നിന്ന് പോയില്ലേ? ആ വൈരാഗ്യം അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ പലയിടത്തും എത്തിയാണ്. കട്ടപ്പുറത്തിരിക്കുകയല്ലേ, വീലെല്ലാം പഞ്ചറായി, ഓടാനും ഓടിക്കാനും നിവൃത്തിയില്ലാതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്ന കട്ടപ്പുറത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സുധീരൻ. അല്ല, അദ്ദേഹം മത്സരിക്കാൻ എവിടെ നിന്ന് ജയിക്കും? ഇല്ലെന്ന് പറഞ്ഞ് ആഗ്രഹമൊക്കെ വളരെ ഉണ്ട്. അദ്ദേഹം എത്രാമത്തെ പണി സുധീരൻ നേരത്തെ ചെയ്ത പണി എന്താണ്? KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്തായത്? ഞാൻ വർഗീയ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊടുത്ത് എന്നെ പോലീസ് പ്രതിയാക്കില്ലേ? അതുകൊണ്ട് തന്നെ 10 കൊല്ലം ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോകാൻ കാരണമെന്താണ്? ഈ സുധീരൻ്റെ ആ ഒരൊറ്റ എഴുത്താണ്. രമേശ് ചെന്നിത്തല എന്നെ പ്രതിയാക്കി കേസ് കൊടുത്തു. ആ കേസുണ്ടായി. ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു വർഗീയതയില്ലെന്ന്.
ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴും ഭരണത്തിൽ വന്നപ്പോൾ താനാണ് എൻ്റെ ഭരണത്തിൽ കൊണ്ടുവന്നതിൻ്റെ തന്തയാണ് ഞാനെന്ന് അദ്ദേഹമാണ് ജന്മം കൊടുത്തതെന്നുള്ള ധാരണയോടുകൂടി ഇന്ന് സതീശൻ്റെ പുറകെ കൂടിയിട്ട് എന്താ ചെയ്തത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിട്ട് നിൽക്കുന്ന മഹേഷിൻ്റെ അനന്തരനെ വിളിച്ചു വരുത്തി പരാതി എഴുതി മേടിച്ചിട്ട് ആ പരാതി ഇന്ന് മുഖ്യമന്ത്രിക്കും അവർ ആഭ്യന്തരമന്ത്രിക്കും കൊടുക്കട്ടെ, തെളിയിക്കട്ടെ ചുണയുണ്ടെങ്കിൽ. അപ്പോൾ അറിയാൻ ഞാൻ ആരാണ്, സത്യം എന്താണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലില്ല. മഹേഷിന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ചില സംശയങ്ങളൊക്കെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കളെ വന്നത് കണ്ടതിന് ശേഷമാണ് ഈ ഒരു ദുരൂഹ മരണം. പച്ച കള്ളവല്ലേ. പോലീസ് എൻക്വയറി നടത്തിയിട്ടുണ്ടല്ലോ. എന്നെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് എൻക്വയറി നടത്തിയിട്ടുണ്ടല്ല. എൻക്വയറി നടത്തിയതിൻ്റെ ആ പോലീസ് ഓഫീസർമാരെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുക. താങ്കൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളായിരുന്നു. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കൂടെ നിലവിലില്ലാത്ത ഒരാളെ അധിക്ഷേപിക്കേണ്ട ആക്ഷേപിക്കുക. സത്യം പറയാൻ പറ്റേ. നാടൻ പ്രയോഗമാണോ ഒരു ഗതിയും? അങ്ങനെ തന്നെ പറയാം. അയാൾ ആരായിരുന്നു? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു കുടികിടപ്പുകാരനായിരുന്നു ഈ മഹേശൻ. ഇപ്പൊ വൈരുദ്ധ്യമില്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളെ സംരക്ഷിക്കുകയാണ് താങ്കളുടെ ഉത്തരവാദിത്വം. താങ്കൾ അവിടെ പ്രസംഗത്തിൽ ഇതൊരു അധിക്ഷേപമല്ലേ? അല്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവന് ഞാൻ ഗതിയില്ലാത്തവനാക്കിയവൻ ആരായിരുന്നു? വേറെ ഒരു ഗതിയും പരഗതിയില്ലാതെ 10 സെന്റ് നിൽക്കും. അവൻ്റെ അമ്മ അപ്പം ചുട്ടും ഇതിനെയൊക്കെ വളർത്തിയപ്പോൾ ഞാൻ വിളിച്ചു കൊടുത്ത് ഞാനൊരു ശമ്പളത്തോടെ നിർത്തിയതാണ്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇയാളൊരു യൂണിയൻ നേതാവാക്കി. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കാണിച്ചു. നിങ്ങൾ തിരക്ക് നാട്ടി വന്നു. അല്ലാതെ ആരും ചാനൽ ചർച്ചയൊക്കെ ഇട്ടിട്ട് നീ പറയരുത്. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാൻ. നിങ്ങളൊരു ചാനൽക്കാരൻ വാ, ആ നാട്ടിൽ വാ. എത്രയോ ജീവിതത്തെ തകർത്താണ്, എത്രയോ പെണ്ണുങ്ങളെ വഴിയാധാരാക്കി. ഇത് പറയാൻ ആരുമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ വേട്ടയാടുന്നത് ന്യൂസാക്കാനും അത് മീഡിയയിൽ കാണിക്കാനും താല്പര്യം കാണിക്കുമ്പോൾ എനിക്കൊരു വിഷമമില്ല. കാരണം ഞാൻ ഒരുപാട് കണ്ടവനാണ്, കേട്ടവനാണ്. ഞാൻ വെയിലത്ത് വാടത്തില്ല, തീ കുരുത്തവനാണ്. വിമർശനങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാനാണ് മോട്ടിച്ചത്, അവനെ മോട്ടിച്ചത് ഞാൻ തെളിയിക്കുക. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഞാൻ ആരുടെ മുമ്പിൽ വളയാതെ തൻ്റെ അടുത്ത് ഒരു ധൈര്യമായിട്ട് നിൽക്കുന്ന കാരണം ഞാൻ കുറ്റം ചെയ്യാത്തതുകൊണ്ടല്ലേ. പിണറായി വിജയൻ മാറി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറച്ചുകൂടെ ഒരു കാർക്കശ സ്വഭാവം ഉണ്ടാകുന്ന താങ്കൾ ഒരു സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ, ഒരു ഭയമുണ്ടോ? ഒരു ഭയമില്ല. സതീശനെ അന്വേഷിക്കട്ടെ. സതീശനെ കൊടുത്തിട്ടുണ്ടല്ലേ ഇപ്പോഴും നമ്മുടെ KPC സുധീരൻ അന്വേഷിക്കട്ടെ.